ആരാ അടിച്ചത്? എന്നെ സ്വപ്നത്തിൽ ആരാ അടിച്ചത്? അടിച്ചു പൊളിച്ചു തിമിർത്തു. കഠിനാധ്വാനം കുറച്ച് ഓവറാകുന്നുണ്ട്. ഒരു കഷ്ണം പോലും കഴിച്ചില്ല. അതിനു മുമ്പ് ആപ്പിളെല്ലാം തീർന്നു. സംശയമുണ്ടോ? സോർദാറേ, ഇതാ ബാൻഡേജ്. എന്തിനാ? കാരണം നീ ഇന്നിവിടെ വൃത്തിയാക്കിയില്ലേ? ഇന്നലെ ശർമാജിയുടെ വീട്ടിലും പാതിരാത്രിയില് ആരോ മൊത്തം ക്ലീൻ ആക്കിയിരുന്നു. അയാൾക്ക് ജയിലിൽ ഇടിയും കിട്ടി. അതുകൊണ്ട് നേരത്തെ തന്നെ നീ ബാൻഡേജ് വേഗം ഒട്ടിച്ചോ. എടാ കഴുതേ, അത് നീ ഉദ്ദേശിച്ച ക്ലീനിങ് അല്ല. നിന്റെ ജീവിതത്തിൽ നീ ഇതുവരെ ചെയ്യാത്തൊരു ക്ലീനിങ് ഇല്ല. അതാ എനിക്ക് തോന്നുന്നത് ഹണിയുടെ നിറം ശരിക്കും ചുവപ്പാണെന്നാണ്. ഹോളി ആഘോഷിച്ചപ്പോ ആരെങ്കിലും മഞ്ഞ കളർ അടിച്ചതായിരിക്കും. അന്ന് തൊട്ട് ഇവൻ കുളിച്ചിട്ടേ ഇല്ല. സംശയമുണ്ടോ? ഞാൻ എന്റെ കൂട്ടുകാരന് വേണ്ടിയാണ് ക്ലീൻ ചെയ്യുന്നത്. അവൻ നാളെ ഫോറിനിൽ നിന്നും വരികയാണ്. അവൻ വലിയ പണക്കാരനാണ്. ഞാനും അവനും കുട്ടിക്കാലത്ത് തന്നെ കൂട്ടുകാരാണ്. അവന്റെ മനസ്സിനകത്ത് എപ്പോഴും ഉണ്ടാകണം അവൻ ജോർദാറിന്റെ കൂട്ടുകാരനാണെന്ന്. പക്ഷെ നീ അവനെ എങ്ങനെ തിരിച്ചറിയാനാണ്? അവൻ നിന്റെ കുട്ടിക്കാലത്തുള്ള കൂട്ടുകാരനല്ലേ? എടാ, കുട്ടിക്കാലത്ത് കഴുതയായിരുന്നവൻ വലുതാവുമ്പോ ജിറാഫ് ഒന്നും ആയി മാറത്തില്ല. കഴുത എപ്പോഴും കഴുത തന്നെ ആയിരിക്കും. സംശയമുണ്ടോ? ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞാൻ ഇവിടെ ഉള്ളപ്പോൾ നിന്റെ കൂട്ടുകാരന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. കൊള്ളാം സോർദാറേ, ന്യൂഡിൽസിന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആഹാ, അടിച്ചു പൊളിച്ചു തിമിർത്തു. ലൈഫിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അതിങ്ങനെ തന്നെ വേണം. സംശയമുണ്ടോ? എടാ, അത് എന്തിന്റെ ശബ്ദമായിരുന്നു? എനിക്ക് തോന്നുന്നത് പുറത്താരോ കരയുന്നുണ്ടെന്നാണ്. ഡേയ്, ഒരു പ്രാവശ്യം കൂടി നീ റോഡിൽ ഇതുപോലെ വണ്ടി ഓടിച്ചു നോക്ക്. അവിടെ ഇതിലും വലിയ രസമായിരിക്കും. സംശയമുണ്ടോ? സോർദാറേ, വീട് ഒന്നുകൂടി അലങ്കരിക്കണം. നിന്റെ കൂട്ടുകാരൻ വരാൻ പോവുകയല്ലേ? അല്ലെങ്കിൽ കൂട്ടുകാരൻ വരുമ്പോ എന്ത് വിചാരിക്കും? എടാ, ഇവനാണ് എന്റെ കുഞ്ഞുനാളത്തെ കൂട്ടുകാരൻ ഡീലക്സ്. അപ്പൊ നിന്റെ കുട്ടിക്കാലം മുതലുള്ള കൂട്ടുകാരൻ ഡീലക്സ് ബൈക്കാണോ സോർദാറേ? ചക്കരേ, എന്റെ പേരാണ് ഡീലക്സ്. എന്റെ അച്ഛന്റെ പേര് സൂപ്പർ ഡീലക്സ് എന്നാണ്. എന്റെ അമ്മയുടെ പേര് സ്വീറ്റ്. അപ്പൊ പിന്നെ നിങ്ങളുടെ അപ്പൂപ്പൻ ബജാജ് ആയിരിക്കും. പിന്നെ അമ്മൂമ്മ ടാറ്റയും. പിന്നെ ഫോറിനിൽ താമസിക്കുന്ന അങ്കിള് പജീറോ. താങ്കളെ കണ്ടതിൽ സന്തോഷമുണ്ട്. എന്റെ പേര് ബണ്ണി. എന്റെ കുട്ട, കൈ കൊടുക്കുന്നതിന് മുമ്പ് കൈ നീ 10 പ്രാവശ്യം കഴുകിയിരിക്കണം. കാരണം നിന്റെ കൈ കൊണ്ട് എന്റെ കൈ തൊടേണ്ട സ്റ്റാൻഡേർഡ് നിനക്ക് ഒട്ടും തന്നെ ഇല്ല. പിന്നെ ഇവിടെ കുളിക്കാൻ ബാത്റൂമിൽ ബാത്ടബ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? നന്നായി. ചേട്ടൻ ഒരു 12 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ബാത്ടബ് റിപ്പയർ ചെയ്യാൻ കൊടുത്തിരിക്കുക. എന്നപ്പോൾ ഫ്രഷ് ആയിട്ട് വന്നേക്കാം. അല്ല, നീ എങ്ങോട്ടായി വരുന്നത്? ചേട്ടനല്ലേ ഇപ്പൊ പറഞ്ഞത് ഒന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു ചേട്ടനൊരു കമ്പനി തരാമെന്ന്. ചക്കരേ, ഞാൻ പറഞ്ഞത് എന്റെ കാര്യം മാത്രമാണ്. ജോർദാറേ, നമുക്ക് ഷോപ്പിംഗ് മാളിലേക്ക് പോയാലോ? ഇപ്പൊ പറഞ്ഞതിൽ ഞങ്ങളെ ചേർത്തിട്ടുണ്ടോ അതോ ചേട്ടൻ മാത്രമേ ഉള്ളോ? നമ്മളെല്ലാരും ഒരുമിച്ച് തന്നെയാ പോകുന്നത്. പിന്നെ എന്റെ ബാഗ് എടുക്കുന്നത് ആരാ? കാരണം ഞാൻ എന്റെ സ്വന്തം സാധനങ്ങൾ ഒരിക്കലും എടുക്കാറില്ല. അത് എന്റെ പേഴ്സണാലിറ്റിക്ക് ഒട്ടും ചേരുന്നതല്ല. കൊട്ടാ, എനിക്ക് ജീൻസ് ഒരുപാട് അങ്ങ് ഇഷ്ടമായി.
ആ ബില്ലങ്ങ് കൊടുത്തേക്ക്. കാരണം എന്റെ കൈ കൊണ്ട് പൈസ വാങ്ങിക്കേണ്ട സ്റ്റാൻഡേർഡ് ആ ബില്ലടിക്കാനിരിക്കുന്ന പയ്യന് ഒട്ടും തന്നെ ഇല്ല. Honey Bunny are chasing Bad Monkey. Don't act like a hunky, cause I am a bad monkey. Power cool power-ups and use boosters to beat boss in this fight. An all-new adventure awaits you in Honey Bunny Ka Choma, The Crazy Chase. Brand new game. Download now only on Google Play Store. നമുക്കിനി ഒരു ചെറിയ ഷോപ്പിംഗ് കൂടെ നടത്താം. ഇയാള് ഷോപ്പിംഗ് എന്ന് പറഞ്ഞ് ഇങ്ങനെ വാങ്ങി കൂട്ടിയാലേ നമ്മുടെ കാര്യം കട്ട പുകയാവാൻ അധികം സമയം വേണ്ടി വരത്തില്ല. സംശയമുണ്ടോ? അതെ, ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കാവോ? ഒരു പോപ്പെട്ട ഞാനൊരു പാവയാണ് എടുത്ത് പൊക്കിയിരിക്കുന്നത്. സംശയമുണ്ടോ? എന്നാ പിന്നെ നമുക്കങ്ങ് പോയാലോ? ആ നമുക്ക് വീട്ടിൽ പോകാം. വീട്ടിലേക്കല്ല കുട്ട, നമുക്ക് മൊബൈൽ ഷോപ്പിലേക്ക് പോകാം. എന്റെ പഴയ മൊബൈൽ ഒന്ന് മാറ്റണം. വെറും 2 ആഴ്ചയോ? പിന്നല്ലാതെന്താ, ഞാൻ എന്റെ മുടി പോലും ദിവസവും വെട്ടാറുണ്ട്. കാരണം ദിവസവും മുടി പഴയതാകുന്നുണ്ടല്ലോ. എന്നാ പിന്നെ ഈ പഴഞ്ചൻ കൂട്ടുകെട്ടങ്ങ് വിട്ടുകളയാൻ മേലായിരുന്നോ? സംശയമുണ്ടോ? നീ ഒന്നുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട, നിനക്ക് ഞങ്ങൾ ഒരു കുറവും വരത്തില്ല. ബണ്ണി, ഇത്രയും പൈസ നമ്മൾ എവിടുന്ന് ഉണ്ടാക്കാനാണ്? വരൂ, നമുക്ക് തോത്താറാമിന്റെ പൈസ വാങ്ങാം. അതെ ചേട്ടാ, ഈ തോത്താറാമിത് എവിടെയാ? ഇയാളൊന്നും കേക്കുന്നില്ലല്ലോ. ഇയാള് വെയിറ്റ് കുറയ്ക്കാൻ വന്നതാണെന്നാണ് തോന്നുന്നത്. എന്താ കൂട്ടുകാരെ, എന്താ ഇന്ന് ഇങ്ങോട്ടൊക്കെ? ഞങ്ങൾക്ക് കുറച്ച് പൈസ വേണമായിരുന്നു. എന്തിനെ? ജോർദാറിന്റെ ഒരു കൂട്ടുകാരൻ ആദ്യമായിട്ട് വീട്ടിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് അയാളെ കൊണ്ടൊന്ന് ചെലവാക്കിയണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് ചെയ്യുക. എന്റെ കൂട്ടുകാരെ, നിങ്ങളുടെ പ്രശ്നം എന്റെ പ്രശ്നം പോലെയാണ്. ഇന്നാ പിടിച്ചോ. ജോർദാറെ, എനിക്കിതാ ഈ ഫോൺ വളരെ ഇഷ്ടപ്പെട്ടു. ഇതിന്റെ പൈസ കൊടുത്തേക്ക്. കാരണം എന്തെന്നാല് മനസ്സിലായി. പോക്കറ്റ്, ബില്ല്, സ്റ്റാൻഡേർഡ്, കയ്യ്. പൈസ ഞങ്ങൾ കൊടുത്തോളാം. ഈ ഫോണിന്റെ വില എത്രയാ? 2 ലക്ഷമാണ് സാർ. ഇത്രയും വില ഉണ്ടായിരുന്നോ? ഈ ഫോണിലൂടെ സംസാരിക്കുന്ന ആളെ കാണാനും കെട്ടിപ്പിടിക്കാനും ഒക്കെ പറ്റുമോ? ഞാനൊരിക്കലേ 10 ലക്ഷം രൂപയുടെ ഫോണാ മേടിച്ചത്. അപ്പോഴേക്കും മേഡം എന്നെ വിളിച്ചു. ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റു. അത് നല്ലൊരു സ്വപ്നമായിരുന്നു. ഇനി നമ്മൾ വീട്ടിലേക്കല്ലേ? അല്ല പോപ്പട്ടെ, എന്റെ ബൈക്കും വല്ലാതെ പഴകിയിരിക്കുകയാണ്. ഞാൻ ഒരു പുതിയ കാർ എടുത്തോളെന്ന് ആലോചിക്കുകയപ്പോ. കാരണം പഴയ സാധനങ്ങൾ എന്റെ പേഴ്സണാലിറ്റിക്ക് ഒട്ടും തന്നെ യോജിച്ചതല്ല. എനിക്ക് തോന്നുന്നില്ല സോർദാറിന്റെ അത്രയും ക്ഷമ തോത്താറാമിന് ഉണ്ടാവുമെന്ന്. ഇനി അങ്ങോട്ടുള്ള അവസ്ഥ ഗുരുതരായിരിക്കാം. തോത്താറാം പൈസ തരില്ല. കാർ മേടിക്കാനുള്ള പൈസ നമ്മുടെ കയ്യിലില്ല. പക്ഷെ പറ്റില്ല എന്ന് അങ്ങനെ പറയും. സോർദാറിന് വിഷമിപ്പിക്കാനും പറ്റില്ല. വെൽക്കം സർ. താങ്കളുടെ വൈഫ് താങ്കളുടെ പിന്നിൽ ഒളിച്ചു നിൽക്കുകയാണ്. അവരെ പുറത്ത്. എന്റെ കുട്ട, ചേട്ടൻ വന്നപ്പോ തുടങ്ങി കുട്ടാ കുട്ടാന്നാ വിളിക്കുന്നത്. എങ്കിൽ ബാലേന്ദ്ര മേനോന്റെ എനിക്ക് തൃപ്തിയായി കുട്ട എന്ന ഡയലോഗ്. അത് പിന്നെ കുട്ട, എനിക്ക് ഈ വണ്ടി അങ്ങ് ഒരുപാട് ഇഷ്ടമായി. ഞാനൊരു ടെസ്റ്റ് ഡ്രൈവ് നടത്തിയിട്ട് വന്നാലോ? സോറി സോർദാറെ, അത് പിന്നെ ഞങ്ങളുടെ കയ്യിലാകെ മൊബൈലിന്റെ പൈസ മാത്രമേ ഉള്ളൂ. ഇനി കാർ നമ്മൾ എങ്ങനെ മേടിച്ചു കൊടുക്കും? ഹേയ് ജോർദാർ. എടാ ബ്രൂണോ, നീ എന്താ ഇവിടെ? ഇവന് എന്റെ കുഞ്ഞുനാളിലെ കൂട്ടുകാരനാണ്. ഇതും കുട്ടിക്കാലത്തെ കൂട്ടുകാരനാണോ? ഇനി ആ വീടും കൂടിയേ ബാക്കിയുള്ളൂ. അത് വിൽക്കാൻ മേഡം സമ്മതിക്കത്തില്ല. എല്ലാ പൈസ ഡീലക്സിന് വേണ്ടി ചെലവാക്കി കഴിഞ്ഞു. ഓ, ആ ഡീലക്സ് ഇവിടെയും വന്നിട്ടുണ്ടോ? ഞാൻ നിന്നോട് പറയാൻ വന്നത് ആ ഡീലക്സിനെ വീട്ടിനകത്തേക്ക് കയറ്റരുത്. അവൻ എത്ര വലിയ കോടീശ്വരനൊന്നും അല്ല. അവൻ ദിവസവും ഓരോ കൂട്ടുകാരൻ വരെ വീട്ടിൽ പോയി നിൽക്കുന്നത്. എന്നിട്ട് എല്ലായിടത്തും ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് വാങ്ങിച്ച് അവൻ അവിടെ നിന്ന് സ്ഥലം വിടും. വല്ലാത്ത ചതീന, നിങ്ങൾ സൂക്ഷിച്ചോണം കേട്ടോ. അപ്പൊ ഗിഫ്റ്റ് വാങ്ങിക്കുന്നത് അവന്റെ സ്ഥിരം പരിപാടിയാണല്ലേ? അവനെ ഒരു പാഠം പഠിപ്പിക്കണം. ഐഡിയ. കൂട്ടാ, കാറ് ഞാൻ ഓടിച്ചു നോക്കി. എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഇതിന്റെ പൈസ നീ കൊടുത്തേക്ക്. കാരണം ഈ കാറ് ചേട്ടന്റെ സ്റ്റാൻഡേർഡിന് പറ്റിയതല്ല. ഞങ്ങള് ചേട്ടൻ ഒരു ഹെലികോപ്റ്റർ ഗിഫ്റ്റ് ആയിട്ട് തരാം.
അതെ ചേട്ടാ, ഈ ഹെലികോപ്റ്റർ വേഗം പാക്ക് ചെയ്തോളൂ. ആ അതെ, കൂടെ 5 രൂപയ്ക്ക് കുറച്ച് പച്ചമുളക് കൂടി തന്നേക്ക്. നമ്മൾ പച്ചക്കറി മേടിക്കാനല്ല വന്നിരിക്കുന്നേ. സോർദാറെ, ഈ ഹെലികോപ്റ്റർ വളരെ ചെറുതാണ്. എന്നാൽ ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളാം. സത്യം പറഞ്ഞാൽ എന്റെ അടുത്ത് ഇതിനേക്കാളും വലിയൊരു ഹെലികോപ്റ്റർ ഉണ്ട്. എന്റെ അയൽവാസികൾ പറയാറുണ്ട്, നിങ്ങളുടെ ഹെലികോപ്റ്ററിന്റെ ഫാൻ ഇങ്ങനെ കറക്കരുത്, അത് കാരണം ഇവിടെ കൊടുങ്കാറ്റുണ്ടാകുന്നുവെന്ന്. അടിച്ചു പൊളിച്ചു തിമിർത്തു. നിങ്ങളുടെ നാട്ടിൽ ഇപ്പോ നോർമൽ ആയിട്ടൊന്നും നടക്കുന്നില്ലേ? എല്ലാം വലിയ വലിയ കാര്യങ്ങളാണല്ലോ. അപ്പൊ പിന്നെ എനിക്ക് തോന്നുന്നത് ചേട്ടന്റെ കൊച്ചു ചേട്ടനേക്കാൾ വലുതായിരിക്കും എന്നാ. അതെ ചേട്ടാ, ഈ ഹെലികോപ്റ്റർ ദാ ഇയാളുടെ പേരിലങ്ങ് എഴുതിക്കോ. പിന്നെ ഇതിന്റെ പൈസ ദാ ഇദ്ദേഹം തരും. എന്നാ കാശ് തന്നേക്ക് സാറേ. അത് പിന്നെ കൂട്ട, എന്റെ അടുത്ത് പൈസ വാങ്ങിക്കേണ്ട യോഗ്യത നിങ്ങൾക്ക് ആർക്കും തന്നെ ഇല്ല. ഒരെണ്ണം വെച്ച് തന്നെ ഉണ്ടല്ലോ, മര്യാദക്ക് പൈസ ഇങ്ങോട്ട് എടുത്തോ. ഇതിന്റെ പൈസ മുഴുവൻ നിങ്ങൾ തരുമെന്നാണ് ആ സാറ് പറഞ്ഞിട്ട് പോയത്. ഇത്രയും പൈസക്ക് ഞാൻ എവിടേക്ക് പോകാനാ? ഓടിക്കോ. ഇടാ, നിക്കടാ, നീ എന്താ ആളെ കളിയാക്കാണോ? ദേ, എന്നെ ഞാൻ ഇന്ന് എന്റെ അടുത്തുള്ള കളി. അയ്യോ. ഇറങ്ങി വിടെ. എല്ലാം പോയി. ദൈവം തരുമ്പോ എല്ലാം മനസ്സറിഞ്ഞ തരുന്നത്. അയ്യോ ദാ അങ്ങോട്ട് നോക്കിയേ.